ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബാച്ചിലേഴ്സുകളെല്ലാം നല്ല ഈസി ആയിട്ടാക്കി എടുക്കുമ്പോഴത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുബൂസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. ബാച്ചിലേഴ്സ് മാത്രമല്ല അല്ലാത്തവங்க ഞങ്ങൾക്ക് ഞാൻ ആറാക്കിയ ഒരു സാൻഡ്വിച്ച് ആയിട്ടേക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാൻഡ്വിച്ച്, മക്കൾക്കും എല്ലാവർക്കും നല്ല ടേസ്റ്റിയോട്. അപ്പോൾ ഇത് സുബൈൽ ഓഫീസ് പോകണ്ടെങ്കിൽ ഡ്യൂട്ടി പോകണ്ടെങ്കിൽ ಬೇಗ ഇപ്പം നാസ്റ്റാക്കി ഉണ്ടേക്കുമല്ല ടൈം ഇക്കില്ലല്ലേ. അപ്പോൾ അങ്ങനത്തെ എപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഇത് ഈ ഒരു സാൻഡ്വിച്ച് ഞങ്ങൾ ഒന്നും രണ്ട് തിന്നും വയർ ഫുള്ളോടും, പിന്നെ നല്ല ടേസ്റ്റോടും, നല്ല കാരക്കാരെല്ലായിട്ട് നല്ല ടേസ്റ്റോടും. അപ്പോൾ ഞാൻ ഇതിക്ക് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റിക്ക് ഇതാ ഇതുപോലത്തെ ഫ്രോസൺ ചിക്കൻ ബണ്ടല്ലേ അത് എടുത്തിട്ടാണ് ನಾನು ಚಿಕನ್ ಸ್ಟಿಕ್. അപ്പോൾ ഇത് ನಾನು എടുത്തത് ഇത് സാദിയർದು. അപ്പോൾ സാദിയർದು നല്ല ടേസ്റ്റ്. ನಾನು ಯಾರ ಕೊಂಡೆ ಸಾದಿಯರ್ದೆ ಸೊ ಬೇರೆ ಬೇರೆ ಕಂಪನಿಯೆಲ್ಲ കിട്ടണങ്ങ ഇവിടെ കുവൈത്തിൽ നായിഫിർದು അതുപോലെ ಬೇರೆ ಬೇರೆ ಎಲ್ಲ കിട്ടും. അപ്പോൾ നമുക്ക് ಯಾರ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു സാദിയർದು നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ನಾನು ಯಾರ ಕೊಂಡೆ ಇದ್ವಿ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ ഇങ്ങനെ കട്ടാക്കി ഞങ്ങൾ ഫ്രൈ ആക്കുവതിൽ കഷ്ടമാണ്. വലിയ പീസ് ആയിക്കൊണ്ടിട്ടോ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കി കഴിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ ഇക്കറല്ലേ, ഫ്രിഡ്ജിൽ എടുത്തിട്ട് ചുമ്മ നേരം പരത്തി വയ്ക്കണ്ട ചൊന്ന സോഫ്റ്റ് ഓടും. ഞങ്ങൾ ചിക്കൻ ഗിഡ്സ് എല്ലാം ഇക്കറല്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ഓടും. അപ്പോൾ അതുകൊണ്ടിട്ട് എടുത്തിട്ട് ഇതിൽ നേരം ഒന്ന് ಬೇಗನೆ ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തേങ്ങായിട്ട്. അപ്പോൾ ഇത് ലുലുലല്ല ഞങ്ങൾ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ബിക്കറല്ല ചിക്കൻ നഗറ്റ്സ് അവിടെ ഇക്കരുത്. ലുലുല ಹೆಂಗೋ ಎവിടെ ಹೆಂಗೋ ಗ್ರ್ಯಾಂಡ್ಲ അങ്ങനത്തെ അവിടെ ಎಲ್ಲ ഫ്രോസൺ ഐറ്റംസ് ബിക്കറ പക്കത്തിൽ ഇക്കറ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫ്രൈ ആക്കി എടുക്കറ. അപ്പോൾ ഇതാ എണ്ണ ചൂടാക്കി വെച്ചിട്ട് എണ്ണ ഇട്ടിട്ട് ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി കിട്ടും. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു അവിടുത്തോളം ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ നഗറ്റ്സ് ഫ്രൈ ആക്കറല്ലേ അതേപോലെ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രോസൺ ആയതല്ലേ ഇടുമ്പോൾ ഇങ്ങനെ തിരിച്ച് പോലെ അവിടെ സൈഡെല്ലാം പറുത്തുകയെല്ലാം എണ്ണയെല്ലാം തിരിച്ച് പോലെ അവിടെ. അപ്പോൾ അതുകൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയ ചൂടിൽ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ട് വേഗമേ ആവിടുമോ. മേലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ നഗറ്റ്സ് എല്ലാം ഇക്കറല്ലേ അപ്പോൾ അതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. അപ്പോൾ ചിക്കൻ ഇതാ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഗോൾഡൻ കളർ ആയി ഇത്രമേ. അപ്പോൾ ഞങ്ങൾ ബാക്കി ചിക്കൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് അതെല്ലാം ഞങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് എടുത്തെങ്കിട്ട്. ഇപ്പോൾ ഒരാൾക്കെല്ലാം ആക്കറെങ്കിൽ ഇത് ഒരു പീസമേ ആവിടും. ഒന്ന് രണ്ട് സാൻഡ്വിച്ച് എല്ലാം ആക്കറെങ്കിൽ ഒരു ചിക്കനേ ആവിടും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസ് ഒന്നും ചുമ വെജ് വേണ്ട. അത് ഞാനിവിടെ കട്ടാക്കി വെച്ചത് ಬೆಳ್ಳುಳ್ಳಿ, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, കൊത്തമ്പരി ചുപ്പ്. ಬೆಳ್ಳುಳ್ಳಿ പിന്നെ പച്ചമുളക് ಇದಕ್ಕೆ മസ്റ്റായിട്ട് വേണം. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കൊത്തമ്പരി ചുപ്പ് പിന്നെ ക്യാപ്സിക്കം അതെല്ലാം ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് വേണം. ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ ആവിടും. അപ്പോൾ ಬೆಳ್ಳುಳ್ಳಿ പച്ചമുളക് പിന്നെ കൊത്തമ്പരി ചുപ്പ് ഇതെല്ലാം വേണം. അപ്പോൾ ഈ ഒരു വെള്ളുള്ളിയും പച്ചമുളക് അത് പൊടിയായിട്ട് കട്ടാക്കണം. ഞങ്ങൾ പച്ചമുളകെല്ലാം ഇങ്ങനെ കടിക്കു കിട്ടുത്തീരാ. അപ്പോൾ അതുപോലെ പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. വെള്ളുള്ളി യാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ഓടും. പച്ചമുള്ളിൽ ഞങ്ങൾ സാൻഡ്വിച്ച് ഇട്ടിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഓടും. അപ്പോൾ അത് കൊണ്ടിട്ടു അതിൽ പിന്നെ ഞാൻ ഇതാ ഒരു പൊട്ടാറ്റോ എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആക്കിയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഇതും അങ്ങനെയേ ഇത് ഓപ്ഷനിൽ ഞങ്ങൾക്ക് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഓടും. ഇനി ഇപ്പോൾ ഞങ്ങൾ സുബൈലെല്ലാം പോകുമ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി ടൈം ഇല്ല എനിക്കുണ്ടെങ്കിൽ കാലി ഞങ്ങൾക്ക് നച്ചുന്ന പോലെ ಬೆಳ್ಳುಳ್ಳಿ പച്ചമുളക് പിന്നെ അതെല്ലാം കൊത്തമ്പരി ചുപ്പ് അത്രമേ ആവിടും. ബാക്കി ഞങ്ങൾക്ക് ഇടണോട്ടില്ല. ഇട്ടെങ്കിൽ നച്ചുന്ന പോലെ നല്ല ടേസ്റ്റ് ഓടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തത് എയർ ഫ്രൈയറിൽ ഫ്രൈ ആക്കി എടുത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മയനൈസ് വേണം. മയനൈസ് അതുപോലെ ഞാനിപ്പോൾ റെഡിമേഡ് മയനൈസ് എടുത്തത്. അതല്ലെങ്കിൽ ഞങ്ങൾ ആക്കിയിട്ട് മിൽക്ക് മയനൈസും എഗ് മയനൈസ് എല്ലാം ഞങ്ങൾ ഔത്തുല ആക്കರೆಂಗೆ ಅದು ಹಾಕ ಅದರ ವೀಡಿಯೋಸ್ ಎಲ್ಲ ನಾನು ಇಟ್ಟರೆ ಅದು ಬೇನುಂಟಾಗಿ ನೋಕೋರು. പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്ത് ചിക്കൻ ഇതാ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കണം സപ്പോർത്തിൽ ഇങ്ങനെ. അങ്ങനെ ബേക്കറെങ്കിൽ അങ്ങനെ ബേക്കാം, ഇങ്ങനെ കട്ടാക്കി ബേക്കറെങ്കിൽ നല്ല. അപ്പോൾ അത് കട്ടാക്കിയിട്ട് ഒരു സൈഡിൽ വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുബൂസ് വേണം. അപ്പോൾ കുബൂസ് ഞങ്ങൾക്ക് തിന്നായിട്ടുള്ള കുബൂസ് പിന്നെ അതേപോലെ അതിൽ കട്ടിയുള്ള കുബൂസ് എല്ലാം വേണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ അതിൽ കട്ടിയുള്ള കുബൂസ് എടുത്തേ പിന്നെ അതിൽ ദളത്തിലുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഉൾഗത്തിൽ ഞങ്ങൾ ഒന്ന് ഫില്ലാക്കിയിട്ട് കൊടുക്കണം. നല്ല ഫ്രഷ് കുബൂസ് എടുക്കറോ. ಫಸ್ಟ್ ನಂಗೆ ಇದು ಮೈನಸ್ ತೋತಿ ಕೊಡ್ಕೊಂಡು ಇದ್ಬೋಲೆ ಮೈನಸ್ ನಂಗೆ ಯಾರ ಬೇನುಂಟ್ಕಂಡೆಗೆ ಯಾರ ಇಷ್ಟ ಉಂಡುಂಡ್ಕಂಡೆಗೆ ಯಾರ തോത്ത എല്ലാ സൈഡും മൈനസ് ആവണം. അതിൽ പിന്നെ ഞങ്ങൾക്ക് ഇത് വെള്ളുള്ളി പച്ചമുളക് പിന്നെ കട്ടാക്കി വെച്ചതെല്ലാം കൊത്തമ്പരി ചുപ്പ് അതെല്ലാം ഇടണം. അപ്പോൾ ಇದಕ್ಕೆ മസ്റ്റായിട്ടും വെള്ളുള്ളി പച്ചമുളക് ഇത് ഇടണം. പച്ച വെള്ളുള്ളി ഇടുമ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് തിന്നൊക്കെ നല്ല ടേസ്റ്റ് ഓടും. പിന്നെ അതുപോലെ ഞങ്ങൾ ഗ്യാസ്ട്രിക്കുകളെല്ലാം നല്ല പച്ച വെള്ളുള്ളി അപ്പോൾ വെള്ളുള്ളിയിൽ ಯಾರು ಇಡೋರು നല്ല ടേസ്റ്റ് ഓടും. പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇടണം. വലിയ പീസ് ആക്കണ്ട. കൊത്തമ്പരി ചുപ്പ് ഇട്ട് കൊടുത്തേ പിന്നെ ഞങ്ങൾക്ക് ಇದಕ್ಕೆ ക്യാപ്സിക്കം പിന്നെ അതുപോലെ ഫ്രൈസ് എല്ലാം ഞങ്ങൾക്ക് ಬೇನಂಗಿಟ್ಟು ಮಸ್ಟಾയിട്ട് ഇത് ഞങ്ങൾക്ക് ഇത്ര ഇടണം. ഈ ഒരു ചിക്കന് പിന്നെ വെള്ളുള്ളി പച്ചമുളക് ഇത് കൊത്തമ്പരി ചുപ്പ് ഇത് ഇടണം. ഇത്ര ഇട്ടെങ്കിൽ മയ്യാവിടും. പിന്നെ ഞങ്ങൾ സുബൈയിൽ ഇപ്പം ഞാൻ പോലെ അർജൻറ്റിലാണ് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫ്രൈസ് എല്ലാം ആക്കുകയുള്ള ടൈമിൽ എനിക്കാണ് ഇത്രമേ ആവിടും. ഈ ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ആവിടും. പിന്നെ അതൊട്ടിക്ക് ക്യാപ്സിക്കം പിന്നെ ക്യാബേജ് അതെങ്കിൽ ഫ്രൈസ് ഇതെല്ലാം വയ്ക്കുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ആവിടും. പിന്നെ ഞങ്ങൾ ഫലഫിൽ ഉണ്ടെങ്കിൽ അതും വയ്ക്കാം. അതെല്ലാം നല്ല ടേസ്റ്റ് ആവിടും. ആ ഫില്ലിംഗ് എല്ലാം ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തേ. അപ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ച് ഇതാ റെഡി ആയിട്ട്. അപ്പോൾ ഇതുപോലെ നോക്കിയാലല്ലേ എത്ര ഈസി ആയിട്ട് ഞങ്ങൾ ഈ ഒരു സാൻഡ്വിച്ച് ആക്കിയിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾ ആക്കുമ്പോഴത്തെ വേഗം ആക്കി എടുക്കുമ്പോഴത്തെ ഒരു സാൻഡ്വിച്ച് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത് ഒരാൾക്കെല്ലാം ആക്കണമെങ്കിൽ ഞങ്ങൾ 5 മിനിറ്റിലാക്കാം. ചമ്മ ടൈം വേണ്ട. ഒരാൾക്കെല്ലാം ഇപ്പോൾ ഞങ്ങൾ വേഗം സുബൈ ഡ്യൂട്ടി പോകുമ്പോൾ ഓഫീസ് പോകുമ്പോൾ എല്ലാം ആക്കിയിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഞങ്ങൾ പാക്ക് ആക്കി കൊണ്ടുപോയി കൊണ്ടുപോകാം. അത് ഞങ്ങൾ നച്ചുന്ന പോലെ ഒന്നും രണ്ട് തിന്നവും വയർ ഫുള്ളോടും വേഗം 5 മിനിറ്റിൽ ഞങ്ങൾ ഇത് ആക്കുകയും ആക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഓടും. ഞങ്ങൾ ഇപ്പോൾ നാസ്ത ആക്കി തേക്കുക എല്ലാം ടൈമില്ല എനിക്കുണ്ടെങ്കിൽ ഇതുപോലെ സാൻഡ്വിച്ച് ആക്കണമെങ്കിൽ നല്ല ടേസ്റ്റ്. ഇത് ബാച്ചിലേഴ്സ്ക്ക്
മാത്രമല്ല എല്ലാത്തങ്ങും ನಾನು ಯಾರು ಹಾಕಿದ್ರು ഒരു ಸ್ಯಾಂಡ್ವಿಚ್ ಆಟಿಗ್ರೆ ಇದೆ ಚಂದ ನಂಗೆ ರಾಯ್ತ പോലെ ನಂಗೆ ಎಲ್ಲ ನಾಳು 3 നേരം ചോറ് കറി എല്ലാം ആക്കിക്കൊണ്ട് തേക്കില്ലല്ലേ ചിലപ്പോൾ ജാമാൻ അതെല്ലാം ഉച്ച ടൈമിൽ സുബയിലെല്ലാം ಯಾರು ಹಾಕಿರೋರು ಇದು ಕೂಡ ಎಲ್ಲರಿಗೂ ഇഷ്ടമുള്ള ഒരു സാൻഡ്വിച്ച് ആയിട്ടിരിക്കും മക്കൾക്കായെങ്കിൽ എല്ലാവരും മക്കും നല്ല ഇഷ്ടമായിട്ടിരിക്കും ഈ ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റോട് പിന്നെ ഫില്ലിങ്സിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഞങ്ങൾ ഇതൊക്കെ ബേക്കണമെങ്കിൽ ഈ ഒരു ഫില്ലിങ്സ് നല്ല ടേസ്റ്റോട് നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ ട്രൈ ആക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റോട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേരിക്കരാ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ട മൂല ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും